ഇതിൻ്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിലേക്ക് വന്നാൽ ഈ ലാർജർ പെർസ്പെക്റ്റീവ് ആദ്യമായിട്ട് ഒരുപക്ഷെ ഉന്നയിച്ചത് തമിഴ്നാടാണ്. നീറ്റ് എന്ന് പറയുന്ന സംവിധാനം 2013 വന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതായത് ഇത്തരം ഒരു സമ്പ്രദായത്തിൽ MBBS അടക്കമുള്ള കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളത് കുറേ കൂടെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്, പാവപ്പെട്ട ആളുകൾ പിന്തള്ളപ്പെട്ടു പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഇത്തരം പരീക്ഷാ സമ്പ്രദായമല്ല വേണ്ടത് എന്നുള്ളൊരു വിമർശനം അവരന്നേ ഉന്നയിച്ചിരുന്നു. അവരത് തുടർച്ചയായിട്ട് അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ഇപ്പോഴുണ്ടോ? അല്ലെങ്കിൽ ആ ലാർജർ പെർസ്പെക്റ്റീവ് കുറേ കൂടെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ഒരു ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ഈ നീറ്റ് പരീക്ഷ പാസ്സാകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഇതിൽ രണ്ട് സൈഡുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു സാമ്പത്തിക വശമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലാണ് ആ പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് സംസ്ഥാനങ്ങൾ പരീക്ഷ നടത്തുമ്പോഴും അങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും തീർത്ത് പറയാൻ കഴിയില്ല. അപ്പോൾ പോലും ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഇംബാലൻസ് ഒരു പരിധി വരെ അഡ്രസ് ചെയ്യപ്പെടുമായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ പാറ്റേൺസും സംസ്ഥാന സിലബസിന് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളിൽ നടത്തുന്ന ഒരു പ്രാധാന്യവും എല്ലാം ചേർത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലാർജർ സോഷ്യൽ വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആ പരീക്ഷയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ നീറ്റ് പരീക്ഷ വളരെ സാങ്കേതികമായി നടത്തപ്പെടുന്ന ഒരു പരീക്ഷ. ഏറ്റവും കഠിനമായ ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും മികച്ചത എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ട്രെയിനിങ് ലഭ്യമായ ഒരു വിദ്യാർത്ഥിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ആ പരീക്ഷ. അപ്പൊ വളരെ 1%, 2% വിദ്യാർത്ഥികൾ മാത്രമാണ് അതിന് പുറമേന്ന് ഈ പരീക്ഷ പാസ്സായി വരുന്നവരെ. അപ്പൊ നമുക്കറിയാം, ഒരു 95, 96 അല്ലെങ്കിൽ 98% വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിനുവേണ്ടിയുള്ള കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നേടിയതിനു ശേഷം പരീക്ഷയ്ക്ക് പോകുന്നവരാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ ഏറെക്കുറെ അപ്രാപ്യമാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇപ്പം അവരുടെ സംസ്ഥാനത്ത് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സീറ്റുകളിലേക്ക് പോലും ആവശ്യമായ വിദ്യാർത്ഥികൾ അവരുടെ സംസ്ഥാനത്ത് നിന്ന് ഇത് സ്കോർ പരീക്ഷ പാസ്സായി വരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് തമിഴ്നാട്ടിലെ കുട്ടികൾ ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും അവർ പിന്നിൽ നിൽക്കുന്നതുകൊണ്ടല്ല, ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് കേരളത്തില് നമ്മുടേതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൾച്ചറും സിസ്റ്റം ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തതുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. മഹാരാഷ്ട്ര ഇപ്പം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ്. ഒരു ചെറിയ വിഭാഗം വിദ്യാർത്ഥികൾ, അത് അർബൻ അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് എലൈറ്റ് ക്ലാസ് പെടുന്ന വിദ്യാർത്ഥികൾ, അവര് എലൈറ്റ് കാസ്റ്റ്, അപ്പർ ക്ലാസ്, അർബൻ CBSE എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറയാവുന്ന ഒരു വിദ്യാർത്ഥി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ താരതമ്യേന എളുപ്പമാണ്. അവരുടെ ഒരു സോഷ്യൽ ക്യാപിറ്റലിനനുസരിച്ചുള്ള ഒരു എക്സാം സിസ്റ്റമായിട്ടാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സെൻട്രലൈസേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ലാർജർ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മളുടെ നാട്ടില് ഹെൽത്ത് സേവനങ്ങള് ഏറെ ആവശ്യമുള്ള
ഗ്രാമീണ മേഖലകളിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അതും നമ്മൾ ഈ ഒരു സോഷ്യൽ റിയാലിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം കാണാൻ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മുന്നോട്ട് വെക്കുന്ന ആശങ്ക പ്രശ്നം വളരെ ഗൗരവമായിട്ട് സമീപിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത് വെറും ഒരു ജസ്റ്റ് ഒരു ക്വാളിറ്റിയുടെയോ മെറിറ്റിന്റെയോ മാത്രം വിഷയമല്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക് രാജ്യം മുന്നോട്ട് നോക്കുമ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ദാറ്റ് വി വാണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമ്മളുടെ ലാർജർ സോഷ്യൽ കൺസേൺസും ഹെൽത്ത് റിക്വയർമെന്റ്സിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനെ വേണം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ. അതിനകത്ത് തന്നെ ഒരു സോഷ്യൽ ഒരു ഇൻക്ലൂസീവ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ പ്രാദേശികമായിട്ടും അത് കേവലം എന്താണ് ജസ്റ്റ് കാസ്റ്റ് എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിന്റെ റീജിയണൽ ഇംബാലൻസസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, ജെൻഡർ ഇംബാലൻസസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇംബാലൻസസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, ഇതിനെല്ലാം അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമുല വേണം ഈ കാര്യത്തിലൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ. പക്ഷെ നിലവിലുള്ള സാഹചര്യം ഒട്ടും പ്രതീക്ഷാജനകമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു തമിഴ്നാട് അടക്കം മഹാരാഷ്ട്ര അടക്കം ശക്തമായി ഇപ്പം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വാദം മറ്റു പല സംസ്ഥാനങ്ങളും ഇനി മുന്നോട്ട് കൊണ്ടുവരും. അതിന്റെ ഭാഗമായി ഇതിലെല്ലാം ഒരു വലിയ രീതിയിലുള്ള പുനഃപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്.